അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് ഒരു പദവിയിലാണ്. ആ പദവിയിൽ ഇരുന്നു കൊണ്ട് വ്യക്തിപരമായ അഭിപ്രായം ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത്. കാര്യം അദ്ദേഹം അത് തിരുത്തി പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. തിരുത്തി പറയണം. ഇല്ലെങ്കിൽ ആ പാർട്ടിക്കും മുന്നണിക്കും അപമതിപ്പുണ്ടാകും. ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. കാരണം ജനങ്ങൾക്കൊരിക്കലും തെറ്റിദ്ധാരണ കൊടുക്കാൻ പാടില്ല. കാരണം അവർ ഒരു യുദ്ധത്തിൽ നിൽക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിക്കെതിരെ, BJPക്കെതിരെ. ഇന്ന് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. 11-ാം തീയതി മലബാർ ജില്ലകളിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നു. ആ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന അവസരത്തിൽ ഇത്തരം അപക്വമായ പ്രസ്താവനകൾ ഒരിക്കലും ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. പാർട്ടിയുടെ പ്രഖ്യാപിതമായ നിലപാടിനെതിരാണ് ശ്രീ അടൂർ പ്രകാശ് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. UDFിൻ്റെ കൺവീനർ എന്ന് പറയുന്ന അത്യുന്നതമായ ഒരു പദവിയാണ്. ആ അത്യുന്നതമായ പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്തരം ഒരു പ്രസ്താവന ഒരിക്കലും അദ്ദേഹം നടത്താൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ അതിശക്തമായി പറയുക. അതൊന്നും ഒരിക്കലും ബാധിക്കത്തില്ലല്ലോ. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല ദുർവ്യാഖ്യാനങ്ങൾ വരും. അതൊന്നും മുന്നണിയെ ബാധിക്കില്ല. ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. നിങ്ങൾ തിരുവനന്തപുരത്തെ പോളിംഗ് കണ്ടില്ലേ? പോളിംഗ് വളരെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾ മുൻകൂട്ടി എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് UDFിന് അനുകൂലമാണ്. അതിപ്പോൾ ഞാൻ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. 13-ാം തീയതി കഴിയുമ്പോൾ വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇന്ന് എന്താ സംഭവിച്ചതെന്നുള്ളത്.